മണ്ഡലങ്ങളിൽ ഒഴികെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ മുന്നണികൾ പ്രചാരണത്തിന്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മുൻതൂക്കം ഉണ്ടാക്കിയെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. കെ സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും തർക്കങ്ങൾ പരിഹരിച്ച ആശ്വാസത്തിലാണ് UDF. സ്റ്റാർ ക്യാമ്പയിനർമാരെ ഇറക്കി ഓളമുണ്ടാക്കാനാണ് NDA ശ്രമിക്കുന്നത്. വിവരങ്ങളുമായി പ്രതിനിധികൾ ചേരുകയാണ്. ടോബി ജോൺസൺ ചേരുന്നുണ്ട്. പാലായിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജിന്റെ പ്രചാരണത്തിൽ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്, ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട്, നിഖിൽ പ്രമേഷ്, ഷിജോ കുര്യൻ, സജു ചാമക്കാല എന്നിവരാണ് ചേരുന്നത്. ആദ്യം അജി കുഞ്ഞുമോനിലേക്ക് പോവുകയാണ്. കോഴിക്കോട് നിന്നാണ് അജി കുഞ്ഞുമോൻ ചേരുന്നത്. കോഴിക്കോട് സൗത്ത് LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലിനൊപ്പമാണ് അജി കുഞ്ഞുമോൻ ചേരുന്നത്. അജി, അപ്പോൾ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പറയൂ. അമൃത, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലം. ഈ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഞാനുള്ളത്. അദ്ദേഹം ഇവിടെ ഒരു കുടുംബയോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വലിയ ചൂട് ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചൂടിനിടയിലുമൊക്കെ വലിയ തരത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ പ്രചരണത്തിലും സജീവമാണ്. ഇന്ന് പെരുന്നാളൊക്കെ ആയിരുന്നു. യെസ്, MLA ഒരു നിമിഷം, ഞങ്ങൾ പ്രസംഗത്തിനിടയിൽ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് അറിയില്ല. ഓക്കെ, എങ്ങനെ പോകുന്നു പ്രചരണമൊക്കെ? വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈദ് ദിനമാണെന്നറിയാം, പക്ഷേ ആ ഒരു ഈദ് ആഘോഷിക്കാനുള്ള അവസരം കുടുംബങ്ങളോട് ഒപ്പം ആഘോഷിക്കാനുള്ള അവസരം ലഭ്യമായിട്ടില്ല. പക്ഷേ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരാണ്. അപ്പോൾ സ്വാഭാവികമായും വീട്ടിൽ അനുഭവിക്കുന്ന സുഖം ഇവിടെ ലഭിക്കുന്നതുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നാണ് ഞാൻ പ്രത്യേകമായി കണ്ടിട്ടുള്ളത്. ഒരു സിറ്റിംഗ് MLA കൂടിയാണ്, അപ്പോൾ എല്ലാവരെയും പരിചയമുണ്ട്. അപ്പോൾ അപരിചിതമല്ല ഈ മണ്ഡലം. അപ്പോൾ കഴിഞ്ഞ തവണ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയെന്നവണ്ണം ഇത്തവണ വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അങ്ങേക്കുണ്ടോ? തീർച്ചയായും. നേരത്തെ ഞാൻ 5 വർഷം മുമ്പ് മത്സരിക്കാൻ വന്നപ്പോൾ ഞാനിവിടെ മഹാഭൂരിപക്ഷം ആളുകൾക്കും അപരിചിതനായിരുന്നു. എൻ്റെ പേരിൽ അഹമ്മദ് ദേവർകോവിൽ എന്നുള്ളത് കൊണ്ട് ചില ആളുകൾ പറഞ്ഞത് ഇയാൾ തമിഴ്നാട്ടുകാരനാണ്, നാഗർകോവിലിൻ്റെ അടുത്തിരുന്നാണ് വരുന്നത്, ഇയാൾ വോട്ട് കൊടുത്താൽ പിന്നെ കാണൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ 5 കൊല്ലക്കാലം ഞാൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ബോധ്യമുണ്ട് ഇപ്പോൾ എന്നെ പുതുതായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതൊന്ന്. രണ്ടാമത്, അന്ന് ഈ മണ്ഡലത്തിൽ വികസനം ഒരു മരീചികയായിരുന്നു. കാരണം തൊട്ടടുത്ത് നോർത്ത് മണ്ഡലത്തിൽ നടക്കുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മണ്ഡലക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ നോർത്തിൽ, ഇവിടെ അങ്ങനെയൊന്നും ആയിക്കൂടെ? ഞാൻ പറയും, എന്തുകൊണ്ട് ആയിക്കൂടാ? അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ആ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ മണ്ഡലത്തിൽ വലിയ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. തൊട്ടടുത്താണ് നമ്മൾ പുതിയ പാലം ഉദ്ഘാടനം ചെയ്തത്. പുതിയ പാലം എന്ന് പറഞ്ഞാൽ പുതിയ പാലത്തെ വലിയ പാലം എന്ന് പറയുന്നതാണ് ശരി. 50 വർഷക്കാലമായി മുടങ്ങിക്കിടക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു അത്. ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു വന്നപ്പോൾ ആ പ്രദേശത്തുകാർ എന്നോട് ചോദിച്ചത് ഇതൊന്ന് യാഥാർത്ഥ്യമാക്കി തരുമോ എന്നാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും MLA മാർ വോട്ട് ചോദിച്ചു വരും, തിരിച്ചു പോകും, പിന്നീട് ഈ പാലം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കാലാവധിക്ക് മുമ്പ് പൂർത്തിയാക്കിയിരിക്കും. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. മറ്റൊന്ന്, ഈ കനത്ത ചൂടാണ് ഇപ്പം, മുൻ വർഷങ്ങളിലേക്കാൾ കനത്ത ചൂടാണ്. അപ്പോൾ ചൂടിനെ ബാധിച്ചിട്ടുണ്ടോ പ്രചരണമൊക്കെ? അല്ല, നല്ല ചൂടുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് സ്വാഭാവികമായും അന്തരീക്ഷത്തിൽ ചൂട് അറിയാറില്ല. അപ്പോൾ ആ നിലക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ഒരു മടിയുമില്ല. കാരണം അടിയന്തരാവസ്ഥക്കെതിരായി പ്രസംഗിച്ച് നടന്നിട്ട് അത്യാവശ്യം അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ട ഒരാളായതുകൊണ്ട് ചൂട് നല്ല പരിചയമാണ്. അപ്പോൾ അതൊരു വലിയ പ്രയാസമൊന്നുള്ള കാര്യമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ജനങ്ങളോട് വികസനങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ഈ വികസനം പറഞ്ഞപ്പോൾ വേറെ ചില ആളുകൾ ഇല്ലാത്ത ചില വർഗീയത പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിച്ച്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യത്തിൽ ഞങ്ങൾ അനുവദിക്കില്ല. ജനങ്ങളുടെ ഈ വികസനങ്ങൾ കണ്ണിന് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. യെസ്, അമൃത പ്രവിത, ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു കുടുംബ സംഗമത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അദ്ദേഹം പ്രചരണത്തിൽ സജീവമായി തന്നെയുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ പോയി ബൈറ്റ് എടുത്തത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം കോഴിക്കോട് ജില്ലയിൽ വളരെ സജീവമായി നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെയും ഊർജ്ജസ്വലമായി തന്നെ മണ്ഡലങ്ങളിലൊക്കെ സജീവമായി ഉണ്ട്. അമൃത പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.